ഹലോ എവ്രി വൺ. ഇന്ന് ഉന്നക്കായ ഉണ്ടാക്കാൻ പോവാണ്. ഇതൊരു മലബാർ സ്നാക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല അസലായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടെയും ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതാ ഒരു പാൻ എടുത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ കാഷ്യൂ ആയ ശേഷം കുറച്ച് റീസൺസും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ മുന്തിരിയെല്ലാം ആയ ശേഷം ഇതിലേക്ക് 1 കപ്പ് നാളികേരമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നാളികേരവും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഫില്ലിംഗ് ആണ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉന്നക്കായുടെ ഫില്ലിംഗ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ പൊടിച്ച പഞ്ചസാരയാണ്, നമുക്ക് ഫുൾ പൊടിക്കാത്തതും ചേർക്കാം. ഞാൻ പൊടിച്ചിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തു. 1/4 കപ്പ് പൗഡേർഡ് ഷുഗറാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏത്തപ്പഴം വേവിക്കാൻ നമുക്ക് ഏത്തപ്പഴം ഞാനൊന്ന് കഴുകി കട്ട് ചെയ്ത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ആവി കയറ്റിയ ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സീഡ്സ്, അകത്ത് ഈ കറുത്ത സീഡ് ഉണ്ടല്ലോ, അത് കളയണം. അപ്പോൾ നമുക്കിങ്ങനെ സീഡ് അതിൻ്റെ റിമൂവ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഔട്ടർ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സീഡ്സ് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ അങ്ങോട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് മാഷ് ചെയ്യണം. ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ടോ ഇല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ഒരു ഉരുളകളാക്കി എടുത്തിട്ട് നമ്മളിപ്പോൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ചെയ്യുമല്ലോ എന്ന പോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക. തിന്നാക്കി ചെയ്യാൻ പറ്റിയ അത്രയും നന്ന്. ഇപ്പോൾ അതങ്ങനെ പരത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് വെച്ച ശേഷം ഇതിനെ നന്നായിട്ട് കവർ ചെയ്യണം, നന്നായിട്ട് അങ്ങോട്ട് സീൽ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒരു നീണ്ടിട്ടാണ് ഇരിക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടി കൊടുക്കുക. കംപ്ലീറ്റ്ലി സീൽഡ് ആയിരിക്കണം നമ്മുടെ ഫില്ലിംഗ്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണയിലേക്ക് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മെല്ലെ നമുക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാലേ എല്ലാ ഭാഗവും കുക്കായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ മെല്ലെ ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉന്നക്കായ്, നമ്മുടെ മലബാർ സ്നാക്കാണിത്, റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ടീ ടൈമിന് പറ്റിയ സ്നാക്ക്, ഗസ്റ്റ് വന്നാലും ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക്, ഹെറിച്ചുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും. നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് അങ്ങനെ ഒരു കിഡിലൻ സ്നാക്കാണിത്. ഇത് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് കണ്ടില്ലേ, അതിൻ്റെ അകത്തെ ഫില്ലിംഗ് നമ്മുടെ നാളികേരവും നട്ട്സും റേസിൻസും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പലഹാരം ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.